നാം ഡാൾട്ടൻസ് ആറ്റോമിക് തിയറിയാണ് അവസാനം പറഞ്ഞു നിർത്തിയത് അല്ലേ? ഇതുവരെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഗ്യാസ് ലോസുകളൊക്കെ ഓരോന്ന് ഓർത്ത് നോക്കൂ. ഡാൾട്ടൻസ് ആറ്റോമിക് തിയറിയിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ സമയം കിട്ടിയിരുന്നില്ല. അതുവരെയുള്ള ഗ്യാസ് ലോസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്നൊന്ന് ഓർത്ത് നോക്കാം നമുക്ക്. നിങ്ങൾ ഓർക്കുന്നുണ്ട് ബോയിൽസ് ലോ പറയുന്നത് V പ്രൊപ്പോർഷണൽ ടു 1/P എന്നായിരുന്നു. ചാൾസ് ലോ പറയുന്നത് V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. ഗേ-ലുസാക്സ് ചാൾസ് ലോ നമ്മൾ എടുത്തത് എന്തായിരുന്നു? P directly proportional to T. അവഗാഡ്രോസ് ലോ V proportional to N. ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് PV = nRT എന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കിട്ടിയിരുന്നു. മാത്രമല്ല കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന പേരിൽ P1V1/T1 = P2V2/T2 എന്ന ഇക്വേഷൻ നമ്മൾ കണ്ടു. കൂടാതെ നമ്മൾ ഡാൾട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഐ ഹോപ്പ് ഐ ആം റൈറ്റ്. ഡാൾട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൽ നമ്മൾ വളരെ റിമാർക്കബിളായ ഒരു റിസൾട്ട് പറഞ്ഞു നിർത്തുകയായിരുന്നു. പാർഷ്യൽ പ്രഷർ ഓഫ് വൺ ഓഫ് ദ ഗ്യാസ് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഗ്യാസ് ഇൻ ടു ടോട്ടൽ പ്രഷർ. ഈ പറയുന്ന റിസൾട്ടോട് കൂടിയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആം ഐ റൈറ്റ്? നമുക്ക് NCERT-യിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാവുന്ന. നോക്കൂ, ഈ പറയുന്ന ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെയായിരിക്കും ആൻസർ കണ്ടുപിടിക്കുക? സൊല്യൂഷൻ നോക്കാതെ തന്നെ എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കൂ. A neon dioxygen mixture contains 70.6 gram dioxygen. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളെ മനസ്സിൽ എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ കാണണം എന്നായിരിക്കും. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആയിരിക്കും നിങ്ങൾ കണ്ടു കാണുക. അത് ചെയ്താൽ കിട്ടേണ്ട വാല്യൂ അവർ തന്നിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ടത്? 167.5 gram നിയോൺ. അങ്ങനെയാണെങ്കിൽ നിയോണിൻ്റെ നമ്പർ ഓഫ് മോൾസ് 8.375 മോൾ എന്നും കിട്ടി. ചോദിച്ചത് if the pressure of the mixture of the gases in the cylinder is 25 bar, ഓക്സിജനും നിയോണും ചേർത്ത് ആകെ കാണിക്കുന്ന പ്രഷർ 25 ബാർ ആണ്. വാട്ട് ഈസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഡൈഓക്സിജൻ ആൻഡ് നിയോൺ ഇൻ ദ മിക്സ്ചർ? നിങ്ങൾക്കറിയാം ഡാൾട്ടൻസ് ലോയുടെ റിമാർക്കബിൾ റിസൾട്ട് എന്തായിരുന്നു? ഏതെങ്കിലും ഒരാളുടെ പാർഷ്യൽ പ്രഷർ P കാണാൻ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻറ്റു ടോട്ടൽ പ്രഷർ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കാണാൻ മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. എന്താണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ? അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് 0.21 ആണ്. ആകെ നമ്പർ ഓഫ് മോൾസോ? ആകെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 2.21 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസോ? 2.21 പ്ലസ് 8.375. ഇത് ചെയ്ത് മോൾ ഫ്രാക്ഷൻ നമുക്ക് 0.21 എന്നാണ് ഓക്സിജൻ്റെത് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് നിയോൺ എന്തായിരിക്കും? അത് കാണാൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. കാരണം സം ഓഫ് ദ മോൾ ഫ്രാക്ഷൻ ഒന്നായിരിക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ്റെ മോൾ ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മോൾ ഫ്രാക്ഷൻ ഓഫ് നിയോൺ കാണാൻ ഒന്നിൽ നിന്ന് കുറച്ചാൽ മതി. നമ്മളോട് ചോദിച്ചത് എന്ത് കാണാനാണ്? പാർഷ്യൽ പ്രഷർ കാണാനാണ്. എങ്ങനെയാണ് പാർഷ്യൽ പ്രഷർ കാണുക? മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 0.21. ടോട്ടൽ എത്രയാണ്? 25 ബാർ. അപ്പോൾ 0.21 ഇൻറ്റു 25 എടുത്താൽ നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് നിയോൺ കണ്ടുപിടിക്കാം. ഇതേപോലെ നമ്മൾ ഓർത്ത് നോക്കൂ, ഈ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിയോണിൻ്റെ പാർഷ്യൽ പ്രഷർ ഇതേപോലെ കാണേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്താ കാരണം? നമുക്കറിയാം രണ്ടുപേര് ചേർന്നുണ്ടാകുന്ന ടോട്ടൽ പ്രഷർ 25 ബാറാണ്. നിങ്ങൾ കണ്ടുപിടിച്ചത് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷറാണ് ആദ്യം എന്ന് വിചാരിക്കൂ. ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ 5.25 ബാർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ നിയോണിൻ്റെ പാർഷ്യൽ പ്രഷർ കാണാം? 25ൽ നിന്ന് 5.25 സബ്സ്ട്രാക്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അങ്ങനെ 19.75 ബാർ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. നമുക്കിന്ന് പുതിയ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ നാം കണ്ടുപിടിച്ചിരിക്കുന്ന എല്ലാ ഇക്വേഷൻ്റെയും കുറച്ച് NCERT ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോകാം. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ ചെയ്യും? എ 10 liter ബൾബ് കണ്ടെയ്ൻസ് ആൻ ഐഡിയൽ ഗ്യാസ് ഓഫ് മോളാർ മാസ് 81 at 27 degrees C. Some gas is removed from the bulb until the pressure of the gas decreased by 0.82 atm. The mass of the gas removed is. നമുക്കിവിടെ ഡാൾട്ടൻസ് ലോ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെയും നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഒരു 10 ലിറ്റർ കണ്ടെയ്നർ ഉണ്ടായിരുന്നു.
ഈ 10 ലിറ്റർ കണ്ടെയ്നറിൽ കുറേ ഗ്യാസ് ഇരിപ്പുണ്ടായിരുന്നു. ആദ്യം എത്രയാണ് അതിൻ്റെ പ്രഷർ എന്നൊന്നും അവർ തന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് എടുത്തു മാറ്റിയത് ആരെയാണ്? സം ഗ്യാസ്, ഏതോ കുറച്ച് ഗ്യാസിനെ നിങ്ങളങ്ങ് എടുത്തു മാറ്റി. നിങ്ങൾ കുറച്ച് ഗ്യാസിനെ എടുത്തു മാറ്റി. ആ ഗ്യാസിൻ്റെ മോളാർ മാസ് എത്രയാണ്? 81 ആണ്. 81 മോളാർ മാസുള്ള കുറച്ച് മാസ് ഓഫ് ഗ്യാസ് നിങ്ങൾ എടുത്തു മാറ്റിയപ്പോൾ പ്രഷർ കുറഞ്ഞു. എത്രയാണ് കുറഞ്ഞത്? 0.82 atm. നിങ്ങൾ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക? നിങ്ങൾക്കറിയാം, നിങ്ങൾ എടുത്തു മാറ്റിയ ഗ്യാസ്, അതായത് ആദ്യമുള്ള 10 ലിറ്റർ കണ്ടെയ്നറിൽ നിന്ന് നിങ്ങൾ എടുത്തു മാറ്റിയ ഗ്യാസിനെ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോളൂ, മറ്റൊരു 10 ലിറ്റർ കണ്ടെയ്നറിലേക്ക് ആ ഗ്യാസിനെ ഡെലിവർ ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം എൻ്റെ ഗ്യാസിൻ്റെ വോള്യൂം എത്രയാണ്? 10 ലിറ്റർ. ആദ്യവും അത് 10 ലിറ്റർ വോള്യൂമിലാണ് അല്ലേ? ഒരു കണ്ടെയ്നറിൻ്റെ മുഴുവൻ വോള്യൂം ആ ഗ്യാസിൻ്റെ വോള്യൂമാണ്. പിന്നെയോ നമുക്കറിയാം, ഇപ്പോൾ ആ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ 300 കെൽവിന് തന്നെ അല്ലേ? ഇപ്പോൾ പ്രഷർ എത്രയായിരിക്കും? 0.82 atm. എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലായത്? ഈ ഗ്യാസ് ഇവിടെ ഇരിക്കുമ്പോൾ, ആദ്യം ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അത് എക്സേർട്ട് ചെയ്ത പ്രഷർ എത്രയായിരിക്കണം? നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് ഗ്യാസ് എടുത്തു മാറ്റിയപ്പോൾ സിസ്റ്റത്തിൻ്റെ പ്രഷർ 0.82 കുറഞ്ഞു എന്നല്ലേ പറയുന്നത്? അപ്പോൾ ആ 0.82 എന്നത് ആരായിരിക്കും? നിങ്ങൾ എടുത്തു മാറ്റിയ ഗ്യാസിൻ്റെ പ്രഷർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എടുത്തു മാറ്റിയ ഗ്യാസിനെ നിങ്ങൾ മറ്റൊരു 10 ലിറ്റർ കണ്ടെയ്നറിൽ ഇട്ടാൽ അവിടെ ആ ഗ്യാസ് ഉണ്ടാക്കുന്ന പ്രഷർ എത്രയാണ്? തീർച്ചയായും 0.82 തന്നെയാണ്. നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഡാൾട്ടൻസ് ലോ പ്രകാരം നാം വിവിധ കണ്ടെയ്നറിലുള്ള ഗ്യാസിനെ, ഇപ്പോൾ 1 ലിറ്റർ കണ്ടെയ്നറിലുള്ള ഗ്യാസുകളെ നമ്മൾ മറ്റൊരു 1 ലിറ്റർ കണ്ടെയ്നറിലേക്ക് ഇട്ടപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? പ്രഷർ പി ടോട്ടൽ കാണാൻ ഇൻഡിവിജ്വൽ പ്രഷർ ആഡ് ചെയ്യല്ലേ ചെയ്തത്? അതേപോലെ തന്നെ നിങ്ങൾ നീക്കം ചെയ്ത ഗ്യാസ് ഈ കണ്ടെയ്നറിൽ എക്സേർട്ട് ചെയ്ത പ്രഷർ എത്രയായിരിക്കണം? അതിന് നിങ്ങൾ മറ്റൊരു കണ്ടെയ്നറിൽ ഇട്ടാൽ കിട്ടുന്ന പ്രഷറും അവിടെ ഇരിക്കുന്ന പ്രഷറും സെയിം തന്നെയാണ്. അപ്പം നമുക്കിതൊന്നും പറയാതെ തന്നെ നിങ്ങൾക്കിത് വളരെ വേഗത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ്? PV = nRT എന്ന ഫോർമുലയുണ്ട്. PV = W/m/RT. എന്നോട് ചോദിച്ചത് W എന്ത് എന്നാണ്. W = mPV/RT എന്നെഴുതാം. M എന്ന് പറയുന്നത് എത്രയാണ്? 81. P എത്രയാണ്? 0.82. ഞാനത് പറഞ്ഞതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇൻറ്റു കണ്ടെയ്നറിൻ്റെ വോള്യൂം 10 ലിറ്റർ ഡിവൈഡഡ് ബൈ ആറിൻ്റെ വില 0.082 എടുക്കേണ്ടി വരും. കാരണം എന്താണ്? ലിറ്റർ അറ്റ്മോസ്ഫിയറിൽ ആറിൻ്റെ വില 0.081 ആണെന്ന് നമുക്കറിയാം. ടെമ്പറേച്ചർ 300 കെൽവിനാണ്. നല്ല ഡാറ്റയാണ് അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ കട്ട് ചെയ്ത് വേണമെങ്കിൽ 10 ടൈംസ് എന്ന് എഴുതാം. ഈ 2 0 വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കട്ട് ചെയ്തോളൂ. അപ്പോൾ 3 81 എത്ര പ്രാവശ്യം? 27 ഗ്രാം എന്ന് പലരും ആൻസർ അതിനു മുമ്പേ അടിച്ചു കഴിഞ്ഞു. എക്സലൻറ്റ്. ഈ ഒരു ചോദ്യം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? NCERTയിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. പ്രഷർ ഓഫ് 1 gram ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് A at 27 degrees C is found to be 2 bar. When 2 gram of another ideal gas B is introduced in the same flask at the same temperature, the pressure becomes 3 bar. Find a relationship between their molar masses. നമുക്കറിയാം PV = nRT എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണ്? നമുക്ക് പറയാം PAV = NART. ഒരേ കണ്ടെയ്നറിലല്ലേ രണ്ടാളിരിക്കുന്നത്? PA എത്രയാണ്? A എന്ന ഗ്യാസ് എക്സേർട്ട് ചെയ്ത പ്രഷർ എത്രയാണ്? 2 bar. കണ്ടെയ്നറിൻ്റെ വോള്യൂം V ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് A എത്രയാണ്? മാസ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോളാർ മാസ് R/T. ഇക്വേഷൻ 1. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? നിങ്ങൾ ഈ പാത്രത്തിനകത്ത് വീണ്ടും 1 ഗ്രാം ബീനെ കൂടെ ചേർത്തപ്പോൾ ആകെ പ്രഷർ 3 ബാറായി. അപ്പോൾ ബി എന്ന ആൾ എക്സേർട്ട് ചെയ്ത പ്രഷർ എത്രയാണ്? ആദ്യമേ A അതിനകത്ത് ഇരിപ്പുണ്ട്. ആ A എക്സേർട്ട് ചെയ്ത പ്രഷർ 2 ബാറാണ്. ബീനെ ചേർത്തപ്പോൾ ആകെ പ്രഷർ 3 ബാറായി. അപ്പോൾ ബി എന്നയാൾ ഇപ്പോൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ്? 1 ബാറേ ഉള്ളൂ. അപ്പോൾ പ്രഷർ ഡ്യൂ ടു ബി എന്ന് പറയുന്നത് 1 ബാറാണ്. കണ്ടെയ്നറിൻ്റെ വോള്യൂം V തന്നെ ഡിവൈഡഡ് ഈക്വൽ ടു എത്ര ഗ്രാം ബി ആണ് നിങ്ങൾ ഇട്ടത്? 2 ഗ്രാം ബീനെയാണ് ഇട്ടത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? 2 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ഗ്യാസ് ബി ഇൻറ്റു RT എന്ന് കിട്ടും. ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത് നോക്കിയാലോ നമുക്ക് 2/1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും കിട്ടുക? MB ഡിവൈഡഡ് ബൈ 2MA എന്ന് കിട്ടും. Am I right?
അങ്ങനെയാണെങ്കിൽ മോളാർ മാസ് ഓഫ് ഗ്യാസ് ബി എന്ന് പറയുന്നത് 4 ടൈംസ് ദ മോളാർ മാസ് ഓഫ് ഗ്യാസ് എ ആണ് എന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാം. അടുത്തൊരു ചോദ്യം നോക്കൂ. വാട്ട് വിൽ ബി ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ മിക്സ്ചർ ഓഫ് 3.2 gram methane and 4.4 gram carbon dioxide contained in a 5 liter flask? DM ക്യൂബ് എന്ന് പറയുന്നത് ലിറ്റർ തന്നെയാണ്. അറ്റ് 27 degree C. കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സസൈസിലെ ചോദ്യങ്ങൾ എടുത്താൽ മതി. അതുതന്നെയാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണാം? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. 0.1 മോൾ മീത്തേൻ ഉണ്ട്. പിന്നെ ആരായിരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഇരിപ്പുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? 4.4. 4.4 ഡിവൈഡഡ് ബൈ 44 എത്ര കിട്ടും? മീത്തേൻ്റെ മോളാർ മാസ് എങ്ങനെയാണ് 32 ആവുന്നത് അല്ലേ? മീത്തേൻ്റെ മോളാർ മാസ് 16 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് മീത്തേൻ എന്ന് പറയുന്നത് 0.2 ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡോ 0.1. ഓക്കെ, എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രഷർ എക്സേർട്ടഡ് ആണ്. പി വി സി ഈക്വൽ ടു NRTയിൽ പി ഈക്വൽ ടു എന്തെഴുതാം? NRT/V എന്ന് എഴുതാം. N എന്ന് പറയുന്നത് 0.3, R എന്ന് പറയുന്നത് 0.082 എടുക്കണോ 0.083 എടുക്കണോ? 0.083 എടുക്കാം. കാരണം നമ്മളോട് പ്രഷർ ഏത് യൂണിറ്റിലാണെന്ന് പറഞ്ഞിട്ടില്ല. പൊതുവെ നമുക്കറിയാം ബാർ എന്ന യൂണിറ്റാണ് നമ്മൾ NCERTയിൽ പ്രിഫർ ചെയ്യുന്നത്. ഇൻറ്റു R ഇൻറ്റു T എന്തായിരിക്കും ടെമ്പറേച്ചർ വരുന്നതെന്ന് പറയാവോ? ടെമ്പറേച്ചർ 300 Kelvin ആണ്. കണ്ടെയ്നറിൻ്റെ വോള്യൂം എത്രയാണ്? 9 ലിറ്റർ ആണ്. 9 DM ക്യൂബ് ആണ്. 0.2 അല്ലേ എന്ന് ഫാത്തിമ ചോദിച്ചായിരുന്നു. ശരിയാണ്, 0.2 ആണ്. കാരണം 3.2 ഡിവൈഡഡ് ബൈ 16 ആണ്. ഇവിടെ മീത്തേൻ്റെ മോളാർ മാസ് 16 ആയിരുന്നു. ഞാനത് ഓക്സിജൻ എന്ന തോതിൽ എടുത്തു പോയതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും കിട്ടുന്നതെന്ന് നോക്കൂ. നമുക്ക് ഈ 0 എടുത്ത് ഇതിന് കൊടുത്താൽ 3 എന്നാക്കാം. പിന്നെ ഒരു 0 എടുത്ത് ഇവിടെ കൊടുക്കാം. അപ്പോൾ എനിക്ക് ഈ 3യും 3യും ചേർന്ന് 9 ആക്കാം. അപ്പം നിങ്ങൾക്ക് 0.83 ആണോ കിട്ടിയത്? ഒന്ന് നോക്കൂ. ഓക്കെ, ഗുഡ്. ആരേക്ക് കിട്ടിയായിരുന്നു? 0.83 ബാർ എന്നായിരിക്കും കിട്ടിയത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. വാട്ട് വിൽ ബി ദ പ്രഷർ ഓഫ് ഗാഷിയസ് മിക്സ്ചർ വെൻ 0.5 ലിറ്റർ ഹൈഡ്രജൻ ആൻഡ് അറ്റ് 0.8 ബാർ ആൻഡ് 2 ലിറ്റർ ഡൈ ഓക്സിജൻ അറ്റ് 0.7 ബാർ ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ 1 ലിറ്റർ വെസൽ? നമ്മൾ 1 ലിറ്റർ പാത്രത്തിനകത്തേക്ക് ഹൈഡ്രജനെയും അതുപോലെ തന്നെ ഓക്സിജനെയും ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. ഐസോതെർമൽ മിക്സിംഗ് ആണ്. നമുക്ക് ഡാൾട്ടൺസ് ലോ തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം P1V1 പ്ലസ് P2V2 ചേർന്നാൽ ടോട്ടൽ പ്രഷർ ഇൻറ്റു ടോട്ടൽ വോള്യൂം ആയിരിക്കും എന്ന്. എത്രയാണ് P1V1 നോക്കൂ. P1V1 P.8 V.5. P2 എത്രയാണ്? 0.7. V2 എത്രയാണ്? 2 ലിറ്റർ. ദിസ് ഈസ് ഈക്വൽ ടു ഫൈനൽ പ്രഷർ കണ്ടുപിടിക്കണം. രണ്ട് ഗ്യാസിനും ചേർന്നിരിക്കാനുള്ള വോള്യൂം എത്രയാണ്? 1 ലിറ്റർ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 0.4 പ്ലസ് എത്രയാ? 1.4 ഈക്വൽ ടു P എന്ന് കിട്ടും. എം എ റൈറ്റ്? അപ്പോൾ P ഈക്വൽ ടു 1.8 ബാർ എന്നായിരിക്കും കിട്ടിയത്. ഐ ഹോപ്പ് ഐ ആം റൈറ്റ്. ശരിയല്ലേ? എല്ലാവർക്കും കിട്ടിയോ? സഹൽ റെഡിയല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. നോക്കൂ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ പ്രഷർ ഇൻ എ മിക്സ്ചർ ഓഫ് 8 gram ഡൈഓക്സിജൻ ആൻഡ് 4 gram ഡൈഹൈഡ്രജൻ കൺഫൈൻഡ് ഇൻ എ വെസൽ ഓഫ് 1 ലിറ്റർ 1 DM ക്യൂബ് അറ്റ് 27 degree C. R നമുക്ക് തന്നിട്ടുണ്ട് 0.083 ബാർ എടുക്കണമെന്ന്. തന്നിട്ടില്ലെങ്കിലും നമുക്കത് അറിയാവുന്ന ഡാറ്റയാണ്. ഇവിടെ വീണ്ടും നമ്മൾ ടോട്ടൽ പ്രഷറാണ് കാണേണ്ടത്. എങ്ങനെ കാണും? P ടോട്ടൽ ഈസ് ഈക്വൽ ടു N ടോട്ടൽ അല്ലേ? N ടോട്ടൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 4 gram ഹൈഡ്രജനും ഉണ്ട്, 8 gram ഓക്സിജനും ഉണ്ട്. അപ്പോൾ NRT/Pയിൽ N വെക്കേണ്ടത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് NRT/V എടുത്താൽ മതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P അല്ലേ? N ടോട്ടൽ എന്തായിരിക്കും? 8 ഡിവൈഡഡ് ബൈ 32 1/4. അതുപോലെ തന്നെ 4 gram ഡൈഹൈഡ്രജൻ 4/2 2 അല്ലേ? അപ്പോൾ 2.4 എന്ന് വെച്ചാൽ 9/4. ശരിയല്ലേ? 9/4 ഇൻറ്റു ആറിൻ്റെ വില 0.083 എന്നെടുക്കാം. ടെമ്പറേച്ചർ എത്രയാണ്? 300 Kelvin. കണ്ടെയ്നറിൻ്റെ വോള്യൂം എത്രയാണ്? 1 ലിറ്റർ. ഇത് ചെയ്ത് നോക്കേണ്ട കാര്യമേ ഉള്ളൂ. ഞാനിത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ തന്നെ അത് ചെയ്തോളൂ. സിമ്പിളായ ഡാറ്റകളാണ്. ടെക്സ്റ്റ് ബുക്കിലെ ആൻസറുമായിട്ട് ഒന്ന് വെരിഫൈ ചെയ്യണം. അടുത്ത് നോക്കൂ. അണ്ടർ വാട്ട് കണ്ടീഷൻസ് വിൽ എ പ്യുവർ സാമ്പിൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് നോട്ട് ഓൺലി എക്സിബിറ്റ് എ പ്രഷർ ഓഫ് 1 atm ഓൾസോ എ കോൺസെൻട്രേഷൻ ഓഫ് 1 mole per liter?
നമുക്കറിയാം PV = nRT എന്ന് പറയുന്ന കണ്ടീഷനിൽ എന്തൊക്കെയാണ് തന്നത്? P1 ആവണം, വോള്യൂം പെർ ലിറ്റർ, അതായത് വോള്യൂം 1 ലിറ്റർ ആണ്. എന്താണ്? N 1 മോൾ ആയിരിക്കണം, ആറിൻ്റെ വിലയും T ആണ്. ടെമ്പറേച്ചർ 1/R ആവുന്ന സമയത്ത്, T 1/R ആവുന്ന സമയത്ത്, 1/R എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1/0.082. കാരണം ലിറ്റർ അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ എടുക്കുന്നത്. ലിറ്റർ അറ്റ്മോസ്ഫിയറിൽ ആറിൻ്റെ വില 0.082 ആണ്. നിങ്ങൾക്കറിയാം ഇത് ഏകദേശം 12 ആയിരിക്കുമെന്ന്. കാരണം നമ്മളെപ്പോഴും ആറിൻ്റെ വില 1/12 എന്ന് എടുക്കാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഏകദേശം 12 കെൽവിൻ എത്തുമ്പോഴാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അടുത്തതിലേക്കൊന്ന് പോകാം. ദ അപ്രോക്സിമേറ്റ് ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ ക്യൂബ് കണ്ടെയ്നിങ് 850 മില്യൺ ഗ്യാസ് മോളിക്യൂൾസ് അറ്റ് 0 degree C ആൻഡ് 1 atm വുഡ് ബി. പഴയ STP കണ്ടീഷനാണ് അല്ലേ? പഴയ STP കണ്ടീഷനിൽ 850 മില്യൺ ഗ്യാസ് മോളിക്യൂളിന് ഇരിക്കാൻ വേണ്ട ക്യൂബിക് വെസലിൻ്റെ വോള്യൂം എന്ത്? ഇതാണ് ചോദ്യം. ഒരു ക്യൂബിക് വോള്യൂം അല്ല നമ്മളോട് ചോദിച്ചത്, ആ ക്യൂബിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എന്ത് എന്നാണ് ചോദ്യം. നമുക്ക് PV = nRT തന്നെ വയ്ക്കാം. അതല്ലെങ്കിൽ 0 ഡിഗ്രിയിലും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും നിങ്ങൾക്കറിയാം 6.022 × 10⁻23 മോളിക്യൂളിന് 22.4 ലിറ്റർ വേണം എന്ന്. അങ്ങനെ എടുത്ത് ചെയ്യുന്നവരും ഉണ്ടാവും. എങ്ങനെയാണ്? 6.022 × 10⁻23 മോളിക്യൂളുകൾക്ക് 22.4 ലിറ്റർ സ്ഥലം വേണം, അഥവാ 22.4 × 1000 cm³ സ്ഥലം വേണം എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 850 മില്യൺ ഗ്യാസ് മോളിക്യൂളിന് എത്ര സ്ഥലം വേണം എന്ന് കണ്ടുപിടിക്കുക. അത് A³ ആണ്. ക്യൂബിക് റൂട്ട് എടുത്ത് A കാണാവുന്നതേ ഉള്ളൂ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നേരിട്ടും ചെയ്യാം. നമുക്കറിയാം PV = nRT എന്നാണ്. P എന്ന് പറയുന്നത് 1 atm ആണ്, V എന്ന് പറയുന്നത് A³ ആണ്, N എന്ന് പറയുന്നതോ നമ്പർ ഓഫ് മോൾസ് ആണ്. എത്ര മോൾസ് ഉണ്ട്? 850 മില്യൺ, 850 ദശലക്ഷം മോളിക്യൂളുകളുണ്ട്. അതെത്ര മോൾ കാണും? അത് ഡിവൈഡഡ് ബൈ 6.02 × 10⁻23. Am I right? ഇതാണ് നമ്പർ ഓഫ് മോൾസ്. ആറിൻ്റെ വില 0.0821 എന്നെടുക്കേണ്ടി വരും. കാരണം ലിറ്റർ അറ്റ്മോസ്ഫിയറിലാണ് നാം എടുത്തത്. ടെമ്പറേച്ചറോ 273 കെൽവിനാണ്. ഇത് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഡാറ്റയാണ്. ഇത് ചെയ്താൽ 22.4 ലിറ്റർ വരും എന്ന് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനെയാണ് എങ്കിൽ A³ എത്രയാണ് കിട്ടിയതെന്ന് പറയാവോ? A³ = ഏകദേശം എന്ത് വരും? അതായത് 850 × 0.0821 അത് വേണ്ടല്ലോ, 22.4 എടുത്താൽ മതിയല്ലോ. പക്ഷേ ശ്രദ്ധിക്കണം, 22.4 ലിറ്ററാണ്. അതിനെ 1000 cm³ ആക്കി എടുക്കുക. കാരണം എനിക്ക് സെൻറ്റിമീറ്ററിലാണ് ആൻസർ ഇരിക്കുന്നത്. ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 6 × 10⁻23 എന്നെനിക്ക് എടുക്കാം. ഇവിടെ ഒരു 10⁻6 ഉള്ള കാര്യം മറക്കരുത്. അപ്പം അങ്ങനെയാണ് എങ്കിൽ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കൂ. ഇവിടെ ഒരു 3 0 ഉണ്ട്, ഇവിടെ ഒരു 6 0 ഉണ്ട്, ഇതാ ഇവിടെ ഒരു 1 ഉണ്ട്, 7 0 ഉണ്ട് അല്ലേ? ഇവിടെയോ 10⁻23 കട്ട് ചെയ്ത് പോയി. ഇപ്പോൾ ബാക്കി എത്ര 0 താഴെ നിൽപ്പുണ്ടാവും? 10⁻16 കാണും. Am I right? അപ്പം അങ്ങനെയാണെങ്കിൽ 10⁻−16 ആയിരിക്കും ന്യൂമറേറ്ററിൽ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെയായിരിക്കും ആലോചിച്ച് നോക്കൂ. 6 ഏകദേശം 1 6 25 6 4 24 ശരിയല്ലേ ഞാൻ ചെയ്തത്? അപ്പോൾ 14 × 22.4ൻ്റെ ക്യൂബിക് റൂട്ട് എടുക്കേണ്ടി വരും. 10⁻−16 ആണ്. Am I right? 10⁻−16 ആണോ നമുക്ക് കിട്ടിയത്? ഒന്നുകൂടി ചെയ്തു നോക്കണം എന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി അത് ചെയ്തു നോക്കാമല്ലോ. അതിലെ വാല്യൂസ് ഒന്നുകൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്തൊക്കെയാണ്? നമുക്കറിയാം PV = nRT എന്നാണ്. P 1 atm ആണ്, V എന്ന് പറയുന്നത് A³ ആണ്, N എന്ന് പറയുന്നത് 850 × 10⁻6 മോളിക്യൂൾ ഉണ്ട്. അതിനെ ഞാൻ മുകളിലേക്ക് മാറ്റിയ 6.02 × 10⁻23 കൊണ്ട് ഡിവൈഡ് ചെയ്തു. R × T നമുക്ക് കിട്ടിയതാണ് 22.4 ലിറ്റർ ആണ്. ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1000 cm³ ആണ്. ഞാൻ എവിടെയോ ആദ്യം കട്ട് ചെയ്തതിൽ തെറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പം നോക്കൂ, ഇവിടുത്തെ 3 0 ഇവിടെ കൊടുത്തപ്പോൾ തന്നെ 9 0 ആയില്ലേ അല്ലേ?
9 പൂജ്യത്തിൻ്റെ കൂടെ ഈ ഒരു പൂജ്യവും കൂടിയും ചേർത്തപ്പോൾ എത്രയാണ് കിട്ടിയേ? 10 സീറോസ് വരുന്നുണ്ട്, ശരിയല്ലേ? ഇവിടെയോ 10⁻23 ഉണ്ട്. അപ്പം അങ്ങനെയാണ് എങ്കിൽ നമുക്കിവിടെ ഇൻറ്റു 10⁻⁴ എത്രയായിരിക്കും കിട്ടുന്നുണ്ടാവുക? 23 നമ്മൾ ന്യൂമറേറ്ററിലുള്ള 10 സീറോസ് അല്ലേ കളഞ്ഞേ? അപ്പോൾ 13, 10⁻⁻13 എന്ന് കിട്ടും. എം ഐ റൈറ്റ്? ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്താ വരുന്നത് നോക്കൂ. 85 ഇൻറ്റു 22.4 ഇൻറ്റു 10⁻⁻13 ഉണ്ട്. വേണമെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാം കേട്ടോ. 85 എന്നുള്ളതിനെ 8.5 എന്ന് എടുക്കാം. 8.5 ഇൻറ്റു 22.4 ഇൻറ്റു 10⁻⁻12 ഡിവൈഡഡ് ബൈ 6.02 എന്നെടുക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് എ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും? എന്തായാലും 10⁻⁻12ൻ്റെ ക്യൂബിക് റൂട്ട് എടുക്കേണ്ടി വരില്ലേ? അപ്പോൾ എന്തായിരിക്കും അത്? 10⁻⁻4 കിട്ടണം. 10⁻⁻4 വേണം. എന്തായാലും ഈ പാർട്ട് ചെയ്താൽ ഇപ്പം നോക്കൂ, ഇതിവിടെ ഏകദേശം 1 കിട്ടുമായിരിക്കും അല്ലേ? ഇപ്പം ഏകദേശം നിങ്ങൾക്കറിയാം 27 ആയിരുന്നുവെങ്കിൽ 3 ക്യൂബാണ്. അപ്പം എന്തായാലും 3 ഇൻറ്റു 10⁻⁻4 ഉള്ള ഒരാൻസറേ ഞാൻ കാണാനുള്ളൂ. ഞാൻ അടുത്തതിലേക്ക് പോകാം. അടുത്ത് നോക്കൂ. ദ പ്രഷർ ഓഫ് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസ് ഈസ് അബൌട്ട് 4 ഇൻറ്റു 10⁻22 atm. If the temperature is 3 Kelvin, how many molecules are present per liter? എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്കറിയാം PV = nRT എന്നാണ്. നമ്പർ ഓഫ് മോൾസ് കണ്ടാൽ മോളിക്യൂൾസ് കാണാൻ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. സോ N = എന്ത് കിട്ടും? PV/RT എന്നായിരിക്കും കിട്ടിയത്. എത്രയാ P തന്നത്? 4 ഇൻറ്റു 10⁻22 atm. കണ്ടെയ്നറിൻ്റെ വോള്യൂം എത്രയാണ്? പെർ ലിറ്റർ, 1 ലിറ്ററിൽ എത്ര എന്നാണ്. അപ്പോൾ 1 ലിറ്റർ എന്നെടുക്കാം. PATM-ലും വോള്യൂം ലിറ്ററിലുമാണ്. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വില 0.082 എന്നെടുക്കേണ്ടതാണ്. പക്ഷേ അവർ പറയുന്നു 0.08 ലിറ്റർ അറ്റ്മോസ്ഫിയർ എടുത്താൽ മതിയെന്ന്. അപ്പോൾ 0.08 ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാണ്? 3 കെൽവിൻ. ഇത് ചെയ്ത് കിട്ടുന്നത് എന്തായിരിക്കണം? നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ മോളിക്യൂൾസ് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യും? അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 4 ഇൻറ്റു 10⁻22 ഡിവൈഡഡ് ബൈ 0.08 ഇൻറ്റു 3നെ 6 ഇൻറ്റു 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എനിക്കിത് ഇവിടെ കട്ട് ചെയ്താൽ 2 എന്ന് കിട്ടും. ഇത് എനിക്കിവിടെ 8, അപ്പോൾ ഇവിടെ 10⁻⁻2 കിട്ടും. എം ഐ റൈറ്റ്? അപ്പം അങ്ങനെയാണെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 10⁻2 എന്ന് പറയുമ്പോൾ ഏകദേശം 1000ൻ്റെ അടുത്താണ് കിട്ടേണ്ടത്. ഏകദേശം 1000ൻ്റെ അടുത്തുള്ള ഒരാൻസറേ കാണാനുള്ളൂ. 1002 ആണ്. അടുത്തതിലേക്കൊന്ന് പോകാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കിയാലോ. എ കോമ്പൗണ്ട് എക്സിസ്റ്റ് ഇൻ ദ ഗാഷിയസ് ഫേസ് ബോത്ത് ആസ് മോണോമർ ആൻഡ് ആസ് ഡൈമർ. എ എന്ന് പറയുന്നയാളുടെ ഡൈമറാണ് ബി. A2 എന്ന് പറയുന്നതിന് പകരമാണത്രേ ബി എന്ന് പറയുന്നു. അപ്പോൾ എ അതിൻ്റെ ഡൈമറാണ് ബി എന്നയാൾ. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. ദ മോളിക്കുലാർ മാസ് ഓഫ് എ ഈസ് 48. അപ്പോൾ എനിക്ക് മനസ്സിലായി എയുടെ മോളിക്കുലാർ മാസ് 48, ബിയുടെ മോളിക്കുലാർ മാസ് അതിൻ്റെ ഇരട്ടിയായ 96 ആയിരിക്കണം. പിന്നെ പറയുന്നത് എന്താണ്? ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് 96 gram ഓഫ് ദ കോമ്പൗണ്ട് വാസ് കൺഫൈൻഡ് ഇൻ എ വെസൽ ഓഫ് വോള്യൂം 33.6 ലിറ്റർ ആൻഡ് ഹീറ്റഡ് ടു 546 Kelvin. What is the pressure developed if the compound exists as dimer to the extent of 50% by weight under these conditions? അപ്പം നിങ്ങൾ ആകെ മൊത്തം 96 ഗ്രാം എടുത്തിട്ടുണ്ട്. 96 ഗ്രാമാണ് നിങ്ങൾ പാത്രത്തിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ ആ 96ൻ്റെ 50% എ എന്ന മോണോമറായിട്ടും 96ൻ്റെ 50% A2 അഥവാ ബി എന്ന എയുടെ ഡൈമറായിട്ടുമാണ് ഇരിക്കുന്നത്. 96 ഗ്രാം എ ഉണ്ടെങ്കിൽ എത്ര മോൾ എ കാണും? 96 ഗ്രാം എ ഇല്ലല്ലോ. 96ൻ്റെ 50% എന്ന് വെച്ചാൽ എത്രയാണ്? 48 ഗ്രാം. 48 ഗ്രാം എ ഉണ്ട് എന്ന് വെച്ചാൽ എത്ര മോൾ എ ഉണ്ട്? 48/48 1 മോൾ എ ഉണ്ട്. എത്ര മോൾ ബി കാണും? നിങ്ങൾക്കറിയാം 48 ഗ്രാം ബി ആണുള്ളത്. 48 ഗ്രാം ബി എന്ന് പറയുമ്പോൾ എത്ര മോൾ കാണും? 48/96 അഥവാ അര മോൾ ബി കാണും. അപ്പോൾ പാത്രത്തിൽ ആകെ എത്ര മോൾ ഇരിപ്പുണ്ട്? 1.5 മോൾ ഉണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ പ്രഷർ ഡെവലപ്ഡ് എന്നാണ്. P = nRT/V എന്ന ഫോർമുല യൂസ് ചെയ്യാം. N എന്ന് പറയുന്നത് 1.5 മോളാണ്.
1 മോൾ എ എന്ന മോണോമറായിട്ടും 1/2 മോൾ എന്താണ് A2 എന്ന ഡൈമറായിട്ടും. ആറിൻ്റെ വില 0.082 എടുക്കണം, കാരണം ആൻസർ ഇരിക്കുന്നത് ATMലാണ്. ടെമ്പറേച്ചർ എത്രയാണ്? 546 കെൽവിൻ. കേട്ട പാതി നിങ്ങൾക്കത് മനസ്സിലായി. 273 × 2 എന്ന് എഴുതുന്നതായിരിക്കും നല്ലത് എന്ന്. ഡിവൈഡഡ് ബൈ വി. കണ്ടെയ്നറിൻ്റെ വോള്യൂം 33.6 ലിറ്റർ ആണ്. എന്തിനാണ് ഞാൻ 546നെ 273 × 2 എന്ന് എടുത്തതെന്ന് നിങ്ങൾക്കറിയാം. 0.0821 × 273 എന്നത് 22.4 ആണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അങ്ങനെയാണ് എങ്കിൽ എനിക്കിതിൽ ക്യാൻസൽ ചെയ്യാം. ഞാൻ 11.2 കൊണ്ട് കട്ട് ചെയ്തു. 11.2 22.4ൽ 2 പ്രാവശ്യം, 11.2 33.6ൽ 3 പ്രാവശ്യവും കിട്ടും. 3 വേണമെങ്കിൽ 1.5 കട്ട് ചെയ്ത് 0.5 എന്നെഴുതാം. 0.5 × 2 1 1 × 2 2. സോ 2 ATM എന്നാവും നിങ്ങൾക്ക് ആൻസർ കിട്ടിയത്. ഞാൻ അടുത്തൊരു ചോദ്യം ഒന്ന് നോക്കാം. നോക്കൂ, എ 2.24 ലിറ്റർ സിലിണ്ടർ ഓഫ് ഓക്സിജൻ അറ്റ് 0 ഡിഗ്രി ആൻഡ് 1 ATM ഈസ് ഫൗണ്ട് ടു ഡെവലപ്പ് എ ലീക്കേജ്. ഡാറ്റ കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി 0.1 മോൾ ഗ്യാസ് ഉണ്ട് എന്ന്. കാരണം നിങ്ങൾ എടുത്തിരിക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറുമാണ്. ആ അവസ്ഥയിൽ 22.4 ലിറ്റർ എന്ന് പറയുന്നത് 1 മോൾ ഗ്യാസ് ആണ്. ഞാൻ 2.24 ലിറ്ററേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം 0.1 മോൾ ഗ്യാസ് ആണ് ആദ്യമുള്ളത് എന്നർത്ഥം. 0.1 മോൾ ഗ്യാസ് അതിനകത്ത് ഇരിക്കുമ്പോൾ പ്രഷർ 1 ATM ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വെൻ ദ ലീക്കേജ് വാസ് പ്ലഗ്ഡ്, അത് ലീക്ക് ചെയ്ത് പോയി. ലീക്കേജ് അടച്ചു കഴിഞ്ഞപ്പോൾ ദ പ്രഷർ ഡ്രോപ്ഡ് ടു 570 mmHg. ആദ്യത്തെ പ്രഷർ എത്രയാണ്? 1 ATM എന്ന് വെച്ചാൽ 760 mm മെർക്കുറിയാണ്. ആദ്യത്തെ പ്രഷർ 760 mmHg ആയിരുന്നു. ഇപ്പോഴത്തെ പ്രഷർ എന്ന് പറയുന്നത് 570 mm ആണ്. നാം ഇവിടെ ഏത് ഐഡിയ ആണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഡാൾട്ടൻസ് ലോ പ്രകാരം എണ്ണത്തിന് പ്രൊപ്പോർഷണലായിരിക്കും പ്രഷർ എന്ന്. എണ്ണത്തിന് ആനുപാതികമാണ് പ്രഷർ. ആദ്യം ഇരിക്കുന്നതാവട്ടെ 0.1 മോൾ ആയിരുന്നു പാത്രത്തിൽ. അതിന് ആനുപാതികമായി 760 mm പ്രഷർ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാത്രത്തിൽ ഇരിക്കുന്നത് എക്സ് മോളാണെന്ന് വിചാരിച്ചോളൂ. അതിന് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രഷർ 570 ആണ് എന്ന് പറയുന്നുമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കൂ. 0.1 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 760 ഡിവൈഡഡ് ബൈ 570 എന്ന് എഴുതാം. അഥവാ നമുക്ക് 0 കട്ട് ചെയ്തേക്കാം. എക്സ് ഈക്വൽ ടു എന്തായിരിക്കും കിട്ടുന്നത്? 57 × 0.1 ഡിവൈഡഡ് ബൈ 76 എന്നായിരിക്കും. കറക്റ്റ് അല്ലേ? 57ഉം 76ഉം ഏത് പോകും? 19ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ? 19 × 3 അല്ലേ 57? 19 ശരിയല്ലേ? 19 × 4 എടുത്താൽ 76ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 19 കൊണ്ട് കട്ട് ചെയ്താലോ? 19 3 57ഉം 19 4 76. 0.3/4 അഥവാ 0.075. ഇതാണ് സത്യത്തിൽ ഇപ്പോൾ പാത്രത്തിലുള്ളൂ. പക്ഷേ ചോദ്യം അവസാനിക്കുന്നത് നോക്കൂ, എത്ര മോൾ ഗ്യാസ് ആണ് എസ്കേപ്പ് ചെയ്തു പോയത് എന്നാണ്. ചാടിക്കേറി ഇങ്ങനൊരു ഉത്തരം കണ്ടതും എഴുതി വയ്ക്കരുത്. നിങ്ങൾ പാത്രത്തിൽ ആദ്യം ഉള്ളത് 0.1 മോളാണെന്ന് കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ലീക്ക് ചെയ്തു പോയത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ബാക്കിയുള്ളത് 0.075 ആണ്. അപ്പം ലീക്ക് ചെയ്തു പോയത് 0.025 ആണ് എന്ന് കിട്ടിക്കാണും. ക്ലിയർ നാവും? പലരും ആൻസർ സി അടിച്ചു കഴിഞ്ഞു. ആൻസർ സി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് റിസൈഡിങ് ആണ്. കണ്ടോ, പലരും അത് തെറ്റിച്ചിട്ടുണ്ട്. ചോദ്യം എത്ര മോൾ എസ്കേപ്പ് ചെയ്തു പോയി എന്നാണ്. എസ്കേപ്പ് ചെയ്തു പോയത് 0.025 ആണ്. ക്ലിയർ നാവും? നമുക്ക് അടുത്തതിലേക്കൊന്ന് പോകാം. 1 മോൾ N2O4 at 300 Kelvin is kept in closed container under 1 atmospheric pressure. It is heated to 600 Kelvin. 20% by mass of N2O4 decomposes to NO2. The resultant pressure is. ഇവിടെയും നമുക്കറിയാം ഡീകമ്പോസിഷനാണ്. N2O4 എന്ന ഗ്യാസ് ഡീകമ്പോസ് ചെയ്ത് NO2 എന്ന് പറയുന്ന ഗ്യാസായി മാറുകയാണ്. നിങ്ങൾ ആദ്യം എടുത്തത് എത്രയാണ്? 1 മോളാണ്. 1 മോൾ N2O4ൽ നിന്ന് എത്ര പെർസെൻ്റാണ് ഡീകമ്പോസ് ചെയ്തു പോയത്? 1 മോളിൻ്റെ 20%. അപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, സാർ ഡീകമ്പോസ് ചെയ്തു പോയത് 20% ബൈ മാസ് എന്നല്ലേ, 20% ബൈ മോൾ എന്നല്ലല്ലോ എന്ന്.
നിങ്ങൾക്കറിയാം 20% ബൈ മാസ് എന്ന് പറയുന്നത് 20% ബൈ മോൾ തന്നെയായിരിക്കും. ആദ്യം നിങ്ങൾ എടുത്തത് 1 മോൾ ഗ്യാസ് ആണ്. 1 മോൾ ഗ്യാസിൻ്റെ 20% ഡീകമ്പോസ് ചെയ്ത് പോയി. അപ്പോൾ N2O4 പാത്രത്തിൽ എത്രയേ ഉള്ളൂ? 1ൻ്റെ 20% പോയി. 0.8 മോൾ N2O4 ഉള്ളൂ. എനിക്കറിയാം ഒരു N2O4 ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് 2 NO2 പാത്രത്തിലുണ്ടാകും. 0.2 മോൾ N2O4 ഡീകമ്പോസ് ചെയ്താൽ 0.4 മോൾ NO2 പാത്രത്തിൽ വന്ന് കാണും. ഇപ്പോൾ പാത്രത്തിൽ ആകെയുള്ളത് 1.2 മോളാണ്. നമുക്കെപ്പോഴും അറിയാം P1V1 ബൈ N1T1 ഈക്വൽ ടു P2V2 ബൈ N2T2 എന്നാണ്. ഇവിടെ കണ്ടെയ്നറിൻ്റെ വോള്യൂം കോൺസ്റ്റൻ്റ് ആണ്. അതെനിക്ക് ക്യാൻസൽ ചെയ്തേക്കാം. P1 ആദ്യം ഉണ്ടായിരുന്ന പ്രഷർ 1 atm ആയിരുന്നു. ആദ്യം ഉണ്ടായിരുന്ന നമ്പർ ഓഫ് മോൾസ് 1 ആയിരുന്നു. ആദ്യം ടെമ്പറേച്ചർ 300 കെൽവിനാണ്. നിങ്ങളതിനെ 600 കെൽവിൻ വരെ ചൂടാക്കിയപ്പോൾ പാത്രത്തിൽ ആകെയുള്ള നമ്പർ ഓഫ് മോൾസ് 0.8 പ്ലസ് 0.4 1.2 ആയി മാറ്റപ്പെട്ടു. ഇപ്പോൾ എന്തായിരിക്കും പ്രഷർ എന്ന് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഇപ്പോൾ 1.2 ആണ്. ടെമ്പറേച്ചർ ആവട്ടെ 600 കെൽവിനും. അപ്പം അങ്ങനെയാണ് എങ്കിൽ P2 ഈക്വൽ ടു എന്ത് കിട്ടും? 1.2 ഇൻറ്റു 600 ഡിവൈഡഡ് ബൈ 300 എടുക്കാം. സോ വി ക്യാൻ സേ 2.4 atm ആയിരിക്കും ഫൈനൽ പ്രഷർ കിട്ടേണ്ടത്. നമുക്കിനി അടുത്ത തിയറി പാർട്ടിലേക്കൊന്ന് പോകാം. കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഗ്യാസ് ഇക്വേഷൻസിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. റിമൈനിങ് ചോദ്യങ്ങൾ നിങ്ങൾ ആ തിയറി കേട്ടതും മുഴുവനായിട്ടും ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. നമുക്കിനി കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ഭാഗത്തിലേക്ക് പോകാം. So far we have learnt the laws, example Boyle's law, Charles' law, etc., which are concise statement of experimental facts observed in the laboratory by the scientists. Conducting careful experiment is an important aspect of scientific method, and it tells us how the particular system is behaving under different conditions. However, once the experimental facts are established, a scientist is curious to know why the system is behaving in that way. For example, gas laws help us to predict that pressure increases when we compress gases. But we would like to know what happens at a molecular level when a gas is compressed. ചോദ്യം കേട്ടാൽ വിചാരിക്കും ഇത് വളരെ നിസ്സാരമാണ്. ഏതൊരാൾക്കും അറിയില്ലേ പിടിച്ചമർത്തുന്ന സമയത്ത് പ്രഷർ കൂടേണ്ടതാണ് എന്ന്. പക്ഷേ സത്യത്തിൽ നമ്മളൊന്ന് ശരിക്കും ചിന്തിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. മോളിക്കുലാർ ലെവലിൽ എന്തായിരിക്കും സംഭവിച്ചത് എന്ന് നമുക്ക് തോന്നാം. ഉദാഹരണത്തിന് നിങ്ങൾ പിടിച്ചമർത്തുന്നത് ഒരു ലിക്വിഡിലോ സോളിഡിലോ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതമൊന്നും തോന്നില്ല. കാരണം അതിലുള്ള മോളിക്യൂൾ ക്ലോസ് കോണ്ടാക്റ്റിലാണ്. നിങ്ങൾ പിടിച്ച് പ്രസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ബേസിക്കലി അതിൻ്റെ സർഫസ് തന്നെയാണ്. നമുക്കറിയാം ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ദ ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഏരിയ. ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് ആണ് ത്രസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറ്. എന്നാൽ ഒരു ഗ്യാസിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം എല്ലാ ഭാഗത്തേക്കും പ്രഷർ ഉണ്ട് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ക്വസ്റ്റ്യൻസും ചെയ്തതാണ്. എല്ലാ ഭാഗത്തേക്കുമായിട്ടാണ് പ്രഷർ എക്സേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. മാത്രവുമല്ല ഇവിടെ മോളിക്യൂളുകളൊന്നും ശരിക്കും മുട്ടിമുട്ടിയല്ലല്ലോ നിൽക്കുന്നത്. നിങ്ങൾ പിടിച്ചമർത്തുന്ന സമയത്ത് ടോട്ടൽ പ്രഷർ എന്തുകൊണ്ട് കൂടിക്കാണുന്നു? അല്ലെങ്കിൽ പിടിച്ചമർത്തുന്ന സമയത്ത് ഈ മോളിക്യൂളിനൊന്ന് ക്ലോസ് പാക്ക് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു മോളിക്യൂൾ വേറൊരു മോളിക്യൂളിനെ മുട്ടുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് എഫക്റ്റീവ് പ്രഷർ കൂടിയത് എന്നൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം. സോ ഇതിൽ സിഗ്നിഫിക്കൻ്റ് ആണ്. എ തിയറി ഈസ് കൺസ്ട്രക്റ്റഡ് ടു ആൻസർ സച്ച് ക്വസ്റ്റ്യൻസ്. എ തിയറി ഈസ് എ മോഡൽ that is a mental picture that enables us to better understand our observations. The theory that attempts to elucidate the behavior of gases is known as kinetic theory, kinetic molecular theory. അതിൻ്റെ എസംഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ കണ്ടിരിക്കുന്ന ഒബ്സർവേഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തായിരിക്കും കുറച്ച് എസംഷൻസിലേക്ക് നോക്കാം. Assumptions or postulates of kinetic molecular theory of gases are given below. These postulates are related to atoms and molecules which cannot be seen, hence it is said to provide microscopic model of gases.
ഗ്യാസസ് എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ എസംഷൻസ് എന്ന് ഞാനൊന്ന് നോക്കാം. ഓക്കെ, ഒന്ന് നോക്കിയാലോ? റെഡിയല്ലേ? ഏത് ടോപ്പിക്കാണ് മിസ്സായി പോയത് ഡെന്നി? ഏതോ ഒരു ടോപ്പിക്ക് മിസ്സായി എന്ന് പറയുന്നുണ്ടല്ലോ ഡെന്നി. നമ്മളെ NCERTയിൽ നിന്ന് ഇവിടെ സ്ലൈഡാക്കി തന്നതിൽ ഏതോ ഒരു NCERT പോർഷൻ മിസ്സായി എന്ന് പറയുന്നു. ഏതാണ്? ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? സാർ കമൻറ്റ് നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മോളിക്കുലാർ സ്പീഡ് പുതിയ NCERTയിൽ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഓക്കെ, വൺ ടോപ്പിക് മിസ്ഡ് എന്ന് പറയുന്നുണ്ട്. മോളിക്കുലാർ സ്പീഡ് ഇതിനകത്ത് സ്ലൈഡാക്കിയതിൽ വിട്ടുപോയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇതിനകത്ത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ നെറ്റിലുള്ള സിലബസ് നോക്കിയിട്ടായിരിക്കും അവരെടുത്തിട്ടുണ്ടാവുക, നിങ്ങളെ പ്രിൻ്റഡ് എഡിഷൻ നോക്കിയിട്ടായിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വരുന്ന ഇതിൻ്റെ ഓർഡറിൽ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മോളിക്കുലാർ സ്പീഡിലേക്ക് പോകാം. മതിയോ? അല്ലെങ്കിൽ ഞാൻ സ്ലൈഡ് ഇല്ലാതെ തന്നെ പറയേണ്ടി വരും. നിങ്ങൾക്കറിയാം, മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്, ആവറേജ് സ്പീഡ്, ഇതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ NCERT റീഡിംഗ് എന്ന സെഷനകത്തേക്ക് നമുക്ക് ആ ടോപ്പിക്ക് വരണമെങ്കിൽ ആ സ്ലൈഡ് എടുത്തിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. നമ്മൾ എന്താ പറഞ്ഞു വന്നത്? എന്തുകൊണ്ടാണ് കൈനറ്റിക് തിയറിയുടെ കേസുകൾ, അതിൻ്റെ എസംഷൻസിൽ ഞാനൊന്ന് നോക്കാം. Assumptions or postulates of kinetic molecular theory of gases are given below. These postulates are related to atoms and molecules which cannot be seen, hence it is said to provide microscopic model of gases. എന്തൊക്കെയാണ് നോക്കാം. Gases consist of large number of identical particles, that is atoms or molecules that are so small and so far apart on the average that the actual volume of the molecule is negligible in comparison to empty space between them. പാത്രത്തിനകത്തിരിക്കുന്ന മോളിക്യൂളിൽ നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മളൊരു പാത്രത്തിനകത്തിരിക്കുന്ന ഗ്യാസ് എടുത്താൽ അതിൽ 99.99% ശരിക്കും ഒഴിഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും ഗ്യാസിന് നിൽക്കാൻ വേണ്ട സ്ഥലം എത്രയോ കുറവാണ്. They are considered as point masses. This assumption explains the great compressibility of gases. ഈ അസംഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്? ഈ ഗ്യാസ് മോളിക്യൂൾസിനിടയിൽ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞിരിപ്പുണ്ട്. ശരിക്കും ഗ്യാസ് ഇരിക്കുന്ന വോള്യൂം, കണ്ടെയ്നറിൻ്റെ വോള്യൂം വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് എന്ന് പറയുന്ന അസംഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നാം ഗ്യാസിനെ പിടിച്ച് കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വോള്യൂം കൺസിഡറബിളായി കുറഞ്ഞു പോകും എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അമർത്തുമ്പോൾ ചെറുതാവണമെങ്കിൽ അതിനിടയിൽ ഓൾറെഡി സ്ഥലം ഉണ്ടാവണമല്ലോ. അടുത്ത അസംഷൻ നോക്കൂ. There is no force of attraction between the particles of gas at ordinary temperature and pressure. The support, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? സാധാരണ കേസിൽ ഗ്യാസ് മോളിക്യൂളിൻ്റെ ഇടയിൽ ആകർഷണം ഒന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു പാത്രത്തിലിരിക്കുന്ന ഗ്യാസിനെ നമ്മളൊരു വലിയൊരു കണ്ടെയ്നറിൽ വെച്ച് തുറന്നാലോ, തീർച്ചയായും ആ ഗ്യാസ് മുഴുവനും ആ കണ്ടെയ്നറിലേക്ക് വ്യാപിക്കും, അല്ലേ? ഇതിന് കാരണം എന്താണ്? The support for this assumption comes from the fact that gases expand and occupy all the space available to them. സത്യത്തിൽ മോളിക്യൂളിനെ പിടിച്ചു നിർത്തുന്നില്ല എന്നർത്ഥം. അതിനെ തുറന്നു വിട്ടാൽ അത് പരമാവധി സ്പേസിലേക്ക് പോകുന്നു. അത് കാണിക്കുന്നത് ഗ്യാസ് മോളിക്യൂളിൻ്റെ ഇടയിൽ അട്രാക്ഷൻ ഇല്ല എന്നാണ്. അടുത്ത അസംഷൻ നോക്കൂ. Particles of a gas are always in constant random motion. If the particles were at rest, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഗ്യാസ് മോളിക്യൂൾ കോൺസ്റ്റന്റ് റാൻഡം മോഷനിലാണ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തിനെ കാണിക്കുന്നു? സപ്പോസ് ഗ്യാസ് മോളിക്യൂളുകളൊക്കെ അനങ്ങാതെ ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യുകയാണ് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ എല്ലാ ഗ്യാസ് മോളിക്യൂളും വന്ന് സെറ്റാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കാണില്ലല്ലോ. ഗ്യാസ് മോളിക്യൂൾ കണ്ടെയ്നറിൻ്റെ മുഴുവൻ സ്ഥലത്തും വ്യാപിച്ചു തന്നെയാണ് നിൽക്കുന്നത്. എത്ര നേരം കഴിഞ്ഞാലും എല്ലാ ഗ്യാസ് മോളിക്യൂളും സമാധാനത്തിൽ അവിടെ വന്നിരിക്കാനൊന്നും പോകുന്നില്ല. അതാണ് ഇവർ പറയുന്നത്. എന്താണ്? പാർട്ടിക്കിൾസ് ഓഫ് എ ഗ്യാസ് ആർ ഓൾവേസ് ഇൻ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. ഇഫ് ദ പാർട്ടിക്കിൾസ് വെയർ അറ്റ് റെസ്റ്റ്, അവ നിശ്ചലാവസ്ഥയിലായിരുന്നുവെങ്കിൽ, ആൻഡ് ഒക്യുപ്പൈഡ് ഫിക്സഡ് പൊസിഷൻ, ദെൻ എ ഗ്യാസ് വുഡ് ഹാവ് ഹാഡ് എ ഫിക്സഡ് ഷേപ്പ് which is not observed. Particles of a gas move in all possible directions in straight line. ഒരു മോളിക്യൂൾ മറ്റൊരു മോളിക്യൂളിനെ മുട്ടുന്നതുവരെ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ പോകുള്ളൂ,
സിഗ്സാഗ് ആയിട്ടല്ല പോകുന്നത്. ഒരു മോളിക്യൂൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. ഏതുവരെ പോകാം? വേറൊരു മോളിക്യൂളുമായി മുട്ടുന്നത് വരെ. സ്ട്രെയിറ്റ് ലൈൻ. ഡ്യൂറിങ് ദ റാൻഡം മോഷൻ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. Pressure is exerted by the gas as a result of collision of particles with the walls of the container. ഗ്യാസ് മോളിക്യൂൾസ് കോൺസ്റ്റൻറ്റ് റാൻഡം മോഷനിലാണ്. മാത്രവുമല്ല, ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കോൺസ്റ്റൻറ്റ് റാൻഡം മോഷനിലിരിക്കുന്ന സമയത്ത് അവൻ പരസ്പരം കൂട്ടിമുട്ടുന്നത് കൂടാതെ ഇറ്റ് വിൽ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. കൊളിഷൻസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ദിസ് മീൻസ് ദാറ്റ് total energy of molecules before and after collision remains same. Perfectly elastic collision ആണ്. There may be exchange of energy between colliding molecules. Their individual energies may change, but the sum of their energies remains constant. If there were loss of kinetic energy, the motion of the molecules will stop and gases will settle down. This is contrary to what actually observed. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, ഗ്യാസ് മോളിക്യൂളിൻ്റെ കൂട്ടിമുട്ടലുകൾ എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. എന്താണ് ഇലാസ്റ്റിക് കൊളിഷൻ? കൊളിഷൻ്റെ സമയത്ത് എനർജി കൺസർവ്ഡ് ആണ്. ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളിഷൻ കോൺസ്റ്റൻ്റ് ആണ്. എന്തുകൊണ്ടാണ് നാം അങ്ങനെ പറയുന്നത്? ഓരോ കൂട്ടിമുട്ടലിൻ്റെ സമയത്തും കൈനറ്റിക് എനർജി ലോസ് ആയിരുന്നുവെങ്കിലോ തീർച്ചയായും ഈ ഗ്യാസ് മോളിക്യൂളുകളെല്ലാം എനർജിയൊക്കെ നഷ്ടപ്പെട്ട് താഴെ വന്ന് റെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ വരില്ല. അത് എപ്പോഴും കോൺസ്റ്റൻറ്റ് റാൻഡം മോഷനിലാണ്. അത് കാണിക്കുന്നത് കൂട്ടിമുട്ടുന്ന സമയത്ത് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ് എന്നാണ്. അടുത്ത അസംഷൻ നോക്കൂ. അറ്റ് എനി പർട്ടിക്കുലർ ടൈം ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ ഗ്യാസ് ഹാവ് ഡിഫറെൻറ്റ് സ്പീഡ് ആൻഡ് ഹെൻസ് ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജീസ്. ഈ ഭാഗമാണ് നമുക്ക് മോളിക്കുലാർ സ്പീഡ് എന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ്? ഒരു പർട്ടിക്കുലർ ടൈമിൽ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ ഗ്യാസ് ഹാവ് ഡിഫറെൻറ്റ് സ്പീഡ്. നിങ്ങൾക്കറിയാം, പാത്രത്തിൽ എല്ലാ മോളിക്യൂളിനും പല സ്പീഡുകളായിരിക്കും, അല്ലേ? വിവിധ സ്പീഡായിരിക്കും. എന്നാൽ നിങ്ങൾക്കറിയാം, മെജോറിറ്റി ഓഫ് ദി ഗ്യാസ് മോളിക്യൂളിന് ഒരു പർട്ടിക്കുലർ സ്പീഡ് ഉണ്ടാകുമെന്നും അതിനെ നാം മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് വിളിക്കുമെന്നും അത് നിങ്ങളെ പഴയ എഡിഷനകത്ത് അവസാനത്തെ അപ്പൻഡിക്സിനകത്തായിരിക്കും ചേർത്തിട്ടുണ്ടാവുക. എന്നാൽ ചില പുസ്തകത്തിനകത്ത് മെയിൻ ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അത് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് പറയുന്നത് മെജോറിറ്റി ഗ്യാസ് മോളിക്യൂളിനുള്ള സ്പീഡാണ്. അത് √2RT/m എന്ന് കണ്ടുപിടിക്കാം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ മാത്രമല്ല, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് √8RT/m എന്നും അതുപോലെ തന്നെ RMS സ്പീഡ്, അതാണ് മോസ്റ്റ് റിലയബിൾ സ്പീഡ്, √3RT/m എന്ന കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതെങ്ങനെ വന്നു എന്ന് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. എന്താണ്? ദിസ് അസംഷൻ ഈസ് റീസണബിൾ ബിക്കോസ് ആസ് ദ പാർട്ടിക്കിൾ കൊളൈഡ് വി എക്സ്പെക്ട് ദെയർ സ്പീഡ് ടു ചേഞ്ച്. എന്തുകൊണ്ടാണ് പാത്രത്തിനകത്തിരിക്കുന്ന എല്ലാ മോളിക്യൂളിനും വേറെ വേറെ വേഗതയായിരിക്കും എന്ന് നിങ്ങൾ പറയുന്നത്? സപ്പോസ് ഒരു പ്രത്യേക സമയത്ത് എല്ലാ മോളിക്യൂളിനും ഒരേ വേഗത തന്നെയാണ് എന്ന് വിശ്വസിക്കൂ. എല്ലാവർക്കും ഒരേ വേഗതയാണ്. എന്നാൽ നമുക്കറിയാലോ, ഈ ഗ്യാസ് മോളിക്യൂൾ കോൺസ്റ്റൻറ്റ് റാൻഡം മോഷനിലാണെന്ന്. അങ്ങനെ റാൻഡം മോഷനിലാവുമ്പോൾ അവൻ എന്തായാലും മറ്റു പലതിനെയും പോയി മുട്ടുമല്ലോ. മുട്ടുന്ന സമയത്ത് തീർച്ചയായും അവയുടെയൊക്കെ വേഗത മാറും. അപ്പോൾ ഒരു കാരണവശാലും എല്ലാ മോളിക്യൂളിനും ഒരേ സ്പീഡ് നമുക്ക് കാണാൻ പറ്റില്ല. നോക്കൂ, ഈവൺ ഇഫ് ഇനിഷ്യൽ സ്പീഡ് ഓഫ് ഓൾ ദ പാർട്ടിക്കിൾസ് വാസ് സെയിം, ദ മോളിക്കുലാർ കൊളിഷൻ വിൽ ഡിസ്റപ്റ്റ് ദിസ് യൂണിഫോമിറ്റി. Consequently, the particles must have different speeds, which go on changing constantly. It is possible to show that though the individual speeds are changing, the distribution of speeds remains constant at a particular temperature. ഈ പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. മാക്സ്വെല്ലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കർവ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് NCERT ഭാഗം എടുക്കുമ്പോൾ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. If a molecule has variable speed, then it must have variable kinetic energy. Under these circumstances, we can talk only about average kinetic energy. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയേണ്ടത് എന്താണ്? ആവറേജ് കൈനറ്റിക് എനർജിയാണ് നാം ഉപയോഗിക്കേണ്ടത്. ഇവനെപ്പറ്റി എന്ത് പറയുന്നു? In kinetic theory, it is assumed that average kinetic energy of gas molecule is directly proportional to absolute temperature. Average kinetic energy of the gas molecule is
directly proportional to the absolute temperature എന്നാണ്. It is seen that on heating a gas at constant volume, the pressure increases. ഇതെങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്? കോൺസ്റ്റന്റ് വോള്യൂമിൽ വെച്ച് നാം ഗ്യാസിനെ ചൂടാക്കുന്നു, അപ്പോൾ പ്രഷർ കൂടുന്നു. എന്താ കാരണം? നിങ്ങൾക്കറിയാം, അവയുടെ മോളിക്കുലാർ സ്പീഡും കൈനറ്റിക് എനർജിയും കൂടും. സ്പീഡ് കൂടുന്ന സമയത്ത് ചുമരുമായി ഉണ്ടാക്കുന്ന കൂട്ടിമുട്ടലിൻ്റെ എണ്ണം കൂടും. സ്വാഭാവികമായും പ്രഷർ കൂടും. കാരണം പ്രഷർ എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് കൊളിഷൻ വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ആണ്. സോ ഓൺ ഹീറ്റിംഗ് ദ ഗ്യാസ്, കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ് ആൻഡ് ദീസ് സ്ട്രൈക്സ് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ മോർ ഫ്രീക്വൻ്റ്ലി, ദസ് എക്സർട്ടിങ് മോർ പ്രഷർ. ഇത്രയും എസംഷൻസ് ആണ് കൈനറ്റിക് തിയറിയിൽ നാം കാണുന്നത്. Kinetic theory of gases allows us to derive theoretically all the gas laws studied in the previous sections. Calculations and predictions based on kinetic theory of gases agree very well with the experimental observations and thus establish correctness of the model. നമുക്ക് ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ് എന്ന സെഷൻ കൂടി ഒന്ന് വേഗം പറഞ്ഞിട്ട് നമുക്കിതിന് മുമ്പേയുള്ള വിട്ടുപോയ ടോപ്പിക്ക് നാളെ കൃത്യം 5:30 തന്നെ ഡിസ്കസ് ചെയ്യണം. തുടർന്ന് നമുക്ക് ഈ യൂണിറ്റുകൾ NCERT ഡിസ്കഷൻ നമുക്ക് ഡെയിലി 5:30 സമയം നിങ്ങളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുക. നമുക്ക് വേഗം കടന്നു പോകാം. ചിലർക്ക് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഡ്രോപ്പ് ചെയ്തിട്ട് പുതിയ പരിപാടിയിലേക്ക് പോകാം. എന്തായാലും നമുക്ക് ഈ ചാപ്റ്റർ എന്തായാലും നമുക്ക് നാളെ 5:30 പോകാം. പണ്ടുണ്ടായിരുന്ന അത്രയും താല്പര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ്, ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ നോക്കാം. അവർ തിയറട്ടിക്കൽ മോഡൽ ഓഫ് ഗ്യാസസ് കറസ്പോണ്ട്സ് ടു വെരി വെൽ വിത്ത് ദ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസ്. ഡിഫിക്കൽറ്റി അറൈസസ് വെൻ വി ട്രൈ ടു ടെസ്റ്റ് ഹൗ ഫാർ ദ റിലേഷൻ PV is equal to nRT reproduce actual pressure volume temperature relationship of the gases. ഇതുവരെ നമുക്കറിയാലോ, നമ്മൾ കണ്ടു കഴിഞ്ഞു തിയറട്ടിക്കൽ മോഡൽ ഓഫ് ഗ്യാസസ്. സ്വാഭാവികമായിട്ടും നമ്മൾ എക്സ്പെരിമെൻ്റൽ ബേസിലാണല്ലോ. ബോയിൽസ് ലോ, ചാൾസ് ലോ ഒക്കെ സത്യത്തിൽ എന്ത് തന്നെയായിരുന്നു? സത്യത്തിൽ തീർച്ചയായിട്ടും എക്സ്പെരിമെൻ്റലാണ്. ആ എക്സ്പെരിമെൻ്റൽ കാര്യങ്ങൾ നമുക്ക് എസംഷനിലൂടെ തെളിയിക്കാം. കൈനറ്റിക് തിയറിയുടെ എസംഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബോയിൽസ് ലോയിലെത്താം. എങ്ങനെയാണ് കൈനറ്റിക് തിയറി ഉപയോഗിച്ച് നിങ്ങൾ ബോയിൽസ് ലോയിലെത്തുന്നത്? നമുക്കറിയാം V ഈസ് പ്രൊപ്പോർഷണൽ ടു 1/P എന്ന്, അല്ലേ? എങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം? ഇപ്പം നിങ്ങൾ കണ്ടെയ്നറിൻ്റെ വോള്യൂം പകുതിയാക്കുന്നു വിചാരിക്കുക. ഇപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂൾ ചുമരിൽ പോയി മുട്ടുന്നു. കൂട്ടിമുട്ടുന്നതിൻ്റെ എഫക്റ്റാണല്ലോ പ്രഷർ. അപ്പം അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ കണ്ടെയ്നറിൻ്റെ വോള്യൂം പകുതിയാക്കിയാൽ എന്ത് സംഭവിക്കും? ഒരു മുട്ടുന്നേരം അവൻ 2 മുട്ട് പോയി മുട്ടിയിട്ടുണ്ടാവും. ശരിയല്ലേ? കാരണം അവന് ട്രാവൽ ചെയ്യാൻ വേണ്ട സമയം പകുതി മതി. അപ്പോൾ ആദ്യം മുട്ടിയതിൻ്റെ പകുതി ഇരട്ടി മുട്ടും. കാരണം പകുതി ദൂരം സഞ്ചരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, ആവറേജ് സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ വോള്യൂം കുറയ്ക്കുമ്പോൾ പ്രഷർ കൂടും. അങ്ങനെ നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന ബോയിൽസ് ലോ, ചാൾസ് ലോ എല്ലാം തന്നെ നിങ്ങൾക്ക് എസംഷൻസിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, ഉറപ്പാണ്. എസംഷൻസ് തിയറട്ടിക്കൽ ബേസിസ് ആണ്, എന്നാലോ ചാൾസ് ലോ, ബോയിൽസ് ലോ ഒക്കെ എക്സ്പെരിമെൻ്റൽ ബേസിസ് ആണ്. അതാണ് പറയുന്നത് അവർ തിയറട്ടിക്കൽ മോഡൽ ഓഫ് ഗ്യാസസ് കറസ്പോണ്ട്സ് വെരി വെൽ വിത്ത് ദ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസ്. എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസുമായിട്ട് ശരിക്കും എഗ്രിമെൻറ്റിൽ തന്നെയാണ്, അല്ലേ? ഡിഫിക്കൽറ്റി അറൈസസ് എപ്പോഴാണ്? വെൻ വി ട്രൈ ടു ടെസ്റ്റ് ഹൗ ഫാർ ദ റിലേഷൻ PV is equal to nRT. എത്ര ദൂരത്തേക്ക് അല്ലെങ്കിൽ എത്രത്തോളം പ്രഷറൈസ് ചെയ്യുമ്പോൾ, അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ശരിയായി തന്നെ കിട്ടും. ടു ടെസ്റ്റ് ദിസ് പോയിന്റ് വി പ്ലോട്ട് PV വേഴ്സ് P. സപ്പോസ് ബോയിൽസ് ലോ പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് വിശ്വസിക്കുക. അതായത് ഞാൻ പാത്രത്തിൽ ഒരു 24 ലിറ്റർ ഗ്യാസ് എടുക്കുന്നു വിചാരിക്കൂ. 24 ലിറ്റർ ഗ്യാസ് 1 ബാർ അല്ലെങ്കിൽ 1 ATM പ്രഷറിലാണ് വെച്ചത് വിചാരിച്ചോളൂ. അതായത് പ്രഷർ 1 ATM ആയിരിക്കെ വോള്യൂം 24 ലിറ്റർ ഉണ്ട് എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ PV 24 വരേണ്ടതാണ്. നിങ്ങൾ ഈ ഗ്യാസിനെ കംപ്രസ് ചെയ്ത് പ്രഷർ ഗേജ് റീഡിംഗ് 2 ATM എന്ന് റീഡ് ചെയ്യിച്ചാൽ വോള്യൂം 12 ആവണമെന്നാണ് ബോയിൽസ് ലോ പറയുന്നത്. കാരണം PV എന്നതൊരു കോൺസ്റ്റൻ്റ് ആയേ പറ്റൂ.
വീണ്ടും നിങ്ങൾ പിടിച്ചമർത്തി പ്രഷർ ഗേജ് റീഡിങ്ങിനെ 3 എന്നാക്കിയാലോ? വോള്യൂം 8 ആവണമെന്ന് നിയമം പറയുന്നു. കാരണം പ്രോഡക്റ്റ് 24 ആയേ പറ്റൂ. വീണ്ടും പിടിച്ചമർത്തി പ്രഷർ 4 ആയാൽ വോള്യൂം 6 ആവണം എന്ന് നിങ്ങൾക്കറിയാം. വീണ്ടും പിടിച്ചമർത്തി പ്രഷർ 5 ആണെങ്കിൽ വോള്യൂം 4.8 ആയേ പറ്റൂ. കാരണം പ്രോഡക്റ്റ് എടുത്താൽ 24 വരണം. ഇങ്ങനെയാണ് നിങ്ങൾ ബോയിൽസ് ലോ വഴി ഗസ് ചെയ്യുന്നത്. എന്നാൽ ശരിക്കും ഇതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ്. പി വിയെ പിയുമായി പ്ലോട്ട് ചെയ്താൽ സ്വാഭാവികമായും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? 1 ATM ൽ PV24, 2 ATM ൽ PV24, 3 ATM ൽ PV24, അങ്ങനെ നാം പ്രതീക്ഷിക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരുന്നു. പക്ഷേ ടു ടെസ്റ്റ് ദിസ് പോയിന്റ് വി പ്ലോട്ട് PV വേഴ്സ് P പ്ലോട്ട് ഓഫ് ഗ്യാസസ് because at constant temperature PV will be a constant according to Boyle's law, and PV versus P graph at all pressures will be a straight line parallel to x-axis. But എന്താ സംഭവിച്ചത്? Figure 5.8 shows such a plot constructed from actual data for several gases at 273 Kelvin. 0 degree Celsiusൽ നാം പലരുടെയും ഗ്രാഫുകൾ അനലൈസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. നോക്കൂ, പി വിയെ പിയുമായി പ്ലോട്ട് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നതിൽ ഗ്രാഫിൻ്റെ പ്രത്യേകത ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഹൈഡ്രജനും ഹീലിയവും ഐഡിയലായി നാം പ്രതീക്ഷിക്കുന്ന വരയിൽ നിന്ന് തുടക്കം തന്നെ 0 ഡിഗ്രിയിൽ മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഗ്രാഫാണ്. ഒരു പ്രധാന കാര്യം കൂടി ഓർത്തോളൂ. കാർബൺ മോണോക്സൈഡിനേക്കാൾ നല്ലോണം ഡീവിയേഷൻ കാണിച്ചത് മീത്തേൻ എന്ന ഗ്യാസ് ആണെന്ന് കൂടി ഓർത്തു വെച്ചോളൂ. നമുക്കൊന്ന് വായിക്കാം. ഇറ്റ് ക്യാൻ ബി സീൻ ഈസിലി ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പി വി വേഴ്സ് പി പ്ലോട്ട് ഫോർ റിയൽ ഗ്യാസസ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ. 2 types of curves are seen. In the curves for dihydrogen and helium, as the pressure increases, the value of PV also increases. The second type of plot is seen in the case of other gases like carbon monoxide and methane. ഹൈഡ്രജനും ഹീലിയത്തിനും പ്രഷർ കൂടുമ്പോൾ പി വി കൂടി തന്നെയാണ്. എന്നാൽ കാർബൺ മോണോക്സൈഡിനും മീത്തൈനും നാം കാണുന്നത് എങ്ങനെയാണ്? ഇൻ ദീസ് പ്ലോട്ട്സ് ഫസ്റ്റ് ദർ ഈസ് എ നെഗറ്റീവ് ഡീവിയേഷൻ. ഓർത്തോളൂ, ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫിൽ നിന്ന് താഴേക്ക് പോകുമ്പോഴാണ് നാം നെഗറ്റീവ് ഡീവിയേഷൻ എന്ന ടേം യൂസ് ചെയ്യുന്നത്. ദ പി വി വാല്യൂ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ആൻഡ് റീച്ചസ് ടു എ മിനിമം വാല്യൂ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗ്യാസ്. അങ്ങനെ വന്ന് മിനിമം വാല്യൂവിൽ എത്തുകയാണ്. ആഫ്റ്റർ ദാറ്റ് പി വി വാല്യൂ സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്. പിന്നെ അത് പി വി വാല്യൂ കൂടി വരുന്നു. ദ കർവ് ദെൻ ക്രോസസ് ദ ലൈൻ ഫോർ ഐഡിയൽ ഗ്യാസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ കണ്ടിന്യൂസ്ലി. ഐഡിയൽ ഗ്യാസിൻ്റെ കർവ് ഒരു സ്ഥലത്ത് ക്രോസ് ചെയ്യുന്ന കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ. അത് കഴിഞ്ഞ് തുടർച്ചയായി അത് പിന്നെ എപ്പോഴും പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് പ്രഷർ നിങ്ങൾ കൂട്ടി വരുമ്പോൾ തീർച്ചയായും അത് പിന്നെ പോസിറ്റീവ് ഡീവിയേഷൻ കൂടി വരികയാണ്. ഇറ്റ് ഈസ് ദസ് ഫൗണ്ട് ദാറ്റ് റിയൽ ഗ്യാസസ് ഡു നോട്ട് ഫോളോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പെർഫെക്റ്റ്ലി അണ്ടർ ഓൾ കണ്ടീഷൻസ്. സമയം നിങ്ങൾ ഒത്തിരിയായി തോന്നുന്നു. നമുക്ക് കുറച്ച് പ്രധാന ഭാഗങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ അത് നാളെ കൃത്യം 5:30 കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എല്ലാവരും നാളെ 5:30 തയ്യാറായിട്ട് വരിക. താങ്ക് യു.